സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർണാടക സർക്കാർ വാളെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണവുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ നീക്കം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ആളുകൾ അനുകൂലിക്കുന്നു. കാരണം നട്ടാൽ കുരുക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുക, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചുപോയി എന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കാലത്ത് ഉണ്ടാകുന്നതുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുമുണ്ട്. 24 ഒബ്സർവർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ ഈ നീക്കം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കും, അതേപോലെ അനുകൂലിക്കുന്നവരുണ്ടാകും. SKN പറഞ്ഞതുപോലെ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി നുണപ്രചരണം നടത്തുന്നവർ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ, ചില ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നവർ, അങ്ങനെയൊക്കെ ഈ സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമായ കാലത്ത്, മാത്രമല്ല AI കാലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്തരം സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായി നുണപ്രചരണം നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ നിലവിലെ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് കർണാടക സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിൻ്റെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അവകാശപ്പെടുന്നത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നിയമനിർമ്മാണത്തിനല്ല, നിലവിലെ നിയമത്തിലുള്ള ചില പഴുതുകൾ അടയ്ക്കുക എന്നതാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയൊരു നിയമ ഭേദഗതിയല്ല, പുതിയൊരു നിയമനിർമ്മാണത്തിന് തന്നെ കർണാടക സർക്കാർ ഒരുങ്ങുകയാണ്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാർ ഈ സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെയൊക്കെ നിയമനിർമ്മാണത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഈ ബില്ലിന് അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബിൽ പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്കായി അവതരിപ്പിക്കുമെന്നാണ് കർണാടക IT മന്ത്രി പ്രിയങ്ക് ഖർഗെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ആധികാരികമായി ഗവേഷണം നടത്താതെ, ശാസ്ത്ര കാര്യങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വസ്തുത എന്താണ് എന്നൊന്നും അന്വേഷിക്കാതെ കയ്യിൽ കിട്ടുന്നതെടുത്ത് ഫോർവേഡ് ചെയ്യുന്നവരും കയ്യിൽ കിട്ടുന്നതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരുമായ ആളുകൾ ശ്രദ്ധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി, അതിന് പ്രത്യേക കോടതികൾ, സെഷൻസ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക കോടതി ഉണ്ടാകുമെന്ന് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ഈ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ അവർ കുറ്റക്കാരെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട്. അത് ഓരോ തവണയും ഇവർ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ വർദ്ധിക്കുന്ന തരത്തിലാണ് ഈ ബില്ലിൽ, 11 പേജുള്ള ബില്ലാണ്. ആ ബില്ലിൽ ഇതിനുള്ള വ്യവസ്ഥകൾ ചെയ്യുന്നത്. അതേസമയം ബില്ലിനെ എതിർത്തുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ. ഇത് സ്വതന്ത്ര ചിന്തയുടെ കാലമാണ്. അക്കാലത്ത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് അത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണ് എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. നേരത്തെ സുപ്രീം കോടതി IT ആക്ടിൻ്റെ 66A വകുപ്പ്, ശ്രേയ സിംഘാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അത്തരം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അത് റദ്ദാക്കിയിരുന്നതാണ്. ബോംബെ ഹൈക്കോടതിയും സമീപകാലത്ത് IT ആക്ടിലെ ചില ഭേദഗതികളും അതോടൊപ്പം തന്നെ ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ അത്തരം ആ യൂണിറ്റുകൾ ഒക്കെ അതിൻ്റെ നിയമസാധുതയെയും ബോംബെ ഹൈക്കോടതി, കുനാൽ കമ്ര അടക്കമുള്ളവർ കോടതിയെ സമീപിച്ച് അതിനെതിരായി വിധി സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പാടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇനി കർണാടക സർക്കാരിൻ്റെ തുടർ നീക്കം എന്താണ് എന്നത് കാത്തിരുന്ന് കാണാം. SKN. വി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ നിരീക്ഷകൻ ഇതേ സമയം നാളെ വരും. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഈ പുതിയ നീക്കം അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കടുത്ത നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്.